ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പം നമ്മളെല്ലാവരും സ്റ്റോക്സിൽ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ. പക്ഷേ എല്ലാ ബ്രേക്ക്ഔട്ടും വർക്ക് ആവണമെന്നൊരു നിർബന്ധമില്ല, പലതും ഫെയിൽ ആവാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഹയർ പ്രോബബിലിറ്റി സെറ്റപ്സ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതായത് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഒന്നാണ് ഇയർലി അല്ലെങ്കിൽ മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് നാളത്തെ പ്രൈസ് കൺസോൾട്ടേഷന് ശേഷം സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ലോങ് കൺസോൾട്ടേഷന് ശേഷം ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് സംഭവിച്ച 3 സ്റ്റോക്സ് ആണ്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ലെമൺ ട്രീ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മിഡ് പ്രൈസ് അതുപോലെ ഓവറോൾ തേർഡ് ലാർജസ്റ്റ് ഹോട്ടൽ ചെയിൻ ആണ് ലെമൺ ട്രീ ഹോട്ടൽസ് ലിമിറ്റഡ്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 പ്രകാരം 226 ഹോട്ടൽസിലായിട്ട് 18,431 റൂംസ് ഉണ്ട്. ഇനി കമ്പനി വെർട്ടിക്കൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 88% റവന്യൂ ഓൺ പ്ലസ് ലീസ് ലാൻഡ് ഹോട്ടൽസ് എന്നാണ് വന്നേക്കുന്നത്. അതുപോലെ മാനേജ്മെന്റ് ആൻഡ് ഫ്രാഞ്ചൈസി ഫീസ് റവന്യൂയിലേക്ക് 12% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രീമിയം ബ്രാൻഡ് ഓറിക്ക 58% റവന്യൂ പെർ ആവറേജ് റൂം ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതേസമയത്ത് റെഡ് ഫോക്സ് 20% ഗ്രോത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ മുംബൈ 39% റവന്യൂ പെർ ആവറേജ് റൂം ഗ്രോത്ത് നൽകിയിട്ടുണ്ട്. ഹൈദരാബാദ് 23%, ബംഗളൂരു 14%. അതേസമയത്ത് ഗുരുഗ്രാം നോക്കുകയാണെങ്കിൽ വീക്കാണ്. ഇനി ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ 3 ഇയർ ട്രാക്ക് റെക്കോർഡ് ഇംപ്രസീവ് ആണ്. അപ്പോൾ സെയിൽസ് 47% CAGR വളർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ അതിലും വേഗത്തിൽ വളർന്നിട്ടുണ്ട്, 62% CAGR. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 റവന്യൂ 316 കോടി എത്തിയിട്ടുണ്ട്. ഇയർ ഓവർ ഇയർ 17.9% കൂടുതൽ. അപ്പം സ്ട്രോങ് ഓപ്പറേഷണൽ മെട്രിക്സ് എന്നാണ് ഈ ഒരു ഗ്രോത്ത് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ആവറേജ് റൂം റേറ്റ് 10% കൂടി 6,236 രൂപ എത്തി. ഒക്യുപ്പൻസി 591 ബേസിസ് പോയിന്റ് കൂടി 72.5% എത്തിയതുകൊണ്ട് റവന്യൂ പെർ ആവറേജ് റൂം ഇയർ ഓവർ ഇയർ 19% കൂടി 4,523 രൂപയിലേക്ക് എത്തി. ഇപ്പോൾ പ്രീമിയം ബ്രാൻഡ് ഓറിക്ക മുംബൈ ആണ് സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ. ഒക്യുപ്പൻസി 30% പോയിന്റ് ഇയർ ഓവർ ഇയർ കൂടിയിട്ട് 76% എത്തി. ഇപ്പോൾ എക്സ്പെൻസിവിടെ 15% കൂടി 176 കോടി എത്തി. പക്ഷേ സെയിൽസിനേക്കാളും പതുക്കെയാണ് ഇത് വളർന്നത്. ഇപ്പോൾ എംപ്ലോയി കോസ്റ്റ് 14.4% കൂടി 58 കോടിയായി. അതേസമയത്ത് പവർ ആൻഡ് ഫ്യൂൽ കോസ്റ്റ് 6.3% കുറഞ്ഞ് 21.9 കോടിയിലേക്ക് എത്തി. ഇപ്പൊ നിലവിൽ 40% എനർജി റിന്യൂവബിൾ ആണ്. ഇനി അടുത്ത 12 മുതൽ 18 മാസത്തിൽ 50% എത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എഫിഷ്യൻസി കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 21.7% കൂടി 140 കോടിയായി. മാർജിനും 139 ബേസിസ് പോയിന്റ് കൂടിയിട്ട് 44.3% എത്തി. ഇപ്പൊ ഇൻട്രസ്റ്റ് കോസ്റ്റ് 16% കുറഞ്ഞ് 45 കോടി എത്തി. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 140% കൂടി 48 കോടിയിലേക്ക് എത്തി. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് മാർജിനും ഇംപ്രൂവ് ചെയ്ത് ഇപ്പൊ 15.5% എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. 2027 ആവുമ്പോഴേക്കും 20,000 റൂം എന്ന എക്സ്പാൻഷൻ ടാർഗറ്റ് അടുത്ത 6 മാസത്തിൽ തന്നെ നേടിയേക്കാം. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ലോങ് ടേമിൽ 30,000 മുതൽ 40,000 റൂം വരെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കമ്പനി ഇപ്പോൾ ഹോട്ടൽസ് ഡയറക്ട്ലി ഓൺ ചെയ്യുന്നതിനേക്കാളും മാനേജ്മെന്റും ഫ്രാഞ്ചൈസി ഡീൽസിലാണ് അവർ കൂടുതൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ചെറിയ ടൗൺ അല്ലെങ്കിൽ സിറ്റിയിലേക്കുള്ള അൺബ്രാൻഡഡ് ഹോട്ടൽസ് കമ്പനിയുടെ ബ്രാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഹോട്ടൽസിനെ ഓൺ ബോർഡ് ചെയ്യാനായിട്ട് ഈ ബ്രാൻഡ്സിന്റെ ഒരു സോഫ്റ്റ് ബ്രാൻഡ് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യും ഇവിടെ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മാനേജ്മെന്റ് ഫീസ് 37 കോടിയാണ്. ഇപ്പോൾ ഫ്ലൂർ എക്സ്പാൻഷൻ വഴി മാനേജ്മെന്റ് ഇവിടെ പ്രതീക്ഷിക്കുന്ന അടുത്ത 3 വർഷത്തിൽ മാനേജ്മെന്റ് ഫീസ് ഇവിടെ നോക്കുകയാണെങ്കിൽ 300 മുതൽ 400 കോടി എത്താമെന്നുള്ളതാണ്. ഇനി അടുത്ത റിനോവേഷൻ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു മെയിൻ കാര്യമാണ്. ഇപ്പോൾ 2026 ഫൈനാൻഷ്യലിൽ 130 കോടി സ്പെൻഡ് ചെയ്യും. അതിൽ 65% ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിരിക്കും. ഓൾറെഡി റിനോവേഷൻ ടാഞ്ചിബിൾ റിസൾട്ട്സ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കീ പിംപെരിയുടെ ആവറേജ് റൂം റേറ്റ് 1,300 മുതൽ 1,400 വരെ കൂടിയിട്ടുണ്ട്. ഇപ്പം ഡൽഹിന്റെ ആവറേജ് റൂം റേറ്റ് 15% കൂടി. അതുപോലെ ഹൈദരാബാദിന്റെ ആവറേജ് റൂം റേറ്റ് 19% കൂടിയിട്ടുണ്ട്. ഇപ്പോൾ റിനോവേഷന് ശേഷം റിപ്പയർ കോസ്റ്റ് 6% നിന്ന് ഏകദേശം 2% കുറയുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ എബിറ്റ മാർജിൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യൂടെ. ഇനി നമുക്ക് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ലെമൺ ട്രീ ഹോട്ടൽസിന്റെ ഒക്യുപ്പൻസി ടോപ്പ് കോമ്പറ്റേറ്റേഴ്സിനെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ റവന്യൂ പെർ അവൈലബിൾ റൂം പെർ ഡേ 4,523 രൂപയാണ്. ഇപ്പോൾ പ്രീമിയം ബ്രാൻഡ്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഇനി മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെമൺ ട്രീ ഒരു ചെറിയൊരു കമ്പനിയാണ്. ഗ്രോത്ത് സ്ട്രോങ് ആണ്. അതായത് പ്രോഫിറ്റ് 93% കൂടിയിട്ടുണ്ട്. അതുപോലെ സെയിൽസ് 18% കൂടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ കമ്പനിയുടെ ഡെറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണുള്ളത്. 1.85x ആണുള്ളത്. അതുപോലെ ഇൻട്രസ്റ്റ് കവറേജ് വീക്കാണ്, 2.7x ആണ്. അപ്പോൾ ഇത് കാണിക്കുന്ന റിസ്ക് കൂടുതലുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ലെമൺ ട്രീയുടെ സ്റ്റോക്ക് കോവിഡ് ലെവലിൽ നിന്ന് വലിയൊരു അപ് ട്രെൻഡിലാണ്. 15 രൂപയിൽ നിന്ന് 150 രൂപ വരെ എത്തി. അപ്പോൾ ഈ ഒരു റാലിക്ക് ശേഷം ഏപ്രിൽ 2024 തൊട്ട് കഴിഞ്ഞ മാസം വരെ സ്റ്റോക്ക് വലിയൊരു കൺസോൾട്ടേഷനിലായിരുന്നു. അപ്പോൾ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് നൽകി. എന്നാൽ ഇപ്പോൾ പ്രൈസ് 148 രൂപയുടെ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് അതിൽ ഈ അപ് ട്രെൻഡ് ഇൻവാലിഡ് ആവും. പക്ഷേ ഇവിടെ റിസ്ക്കും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ റൂംസിൽ നിന്ന് റവന്യൂ നല്ലപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഫുഡ് ആൻഡ് ബിവറേജ് സെഗ്മെന്റ് ഇപ്പോൾ
പ്രീ കോവിഡ് ലെവലിൽ തന്നെയാണ് ഉള്ളത്. മാർക്കറ്റിൽ ഇപ്പൊ എന്താണ് ഗ്ലോബൽ അതൊരു ഡൊമസ്റ്റിക് ജയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓറിക്ക ബ്രാൻഡ് എന്താണ് പ്രീമിയം മാനേജ്മെന്റ് കോൺട്രാക്ട്സ് നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ചെറിയ സിറ്റിയിലൊക്കെ ആവറേജ് റൂം റേറ്റ് ബ്ലെൻഡഡ് ആവറേജിനേക്കാളും എന്താണ് താഴെയാണ്. അപ്പൊ ഇത് ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് ഇവിടെ മാറും. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വരുന്നത് സർദ എനർജി ആൻഡ് മിനറൽസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ സർദ എനർജി ആൻഡ് മിനറൽസ് ലിമിറ്റഡ് ഒരു ലീഡിംഗ് സ്റ്റീൽ പ്രൊഡ്യൂസറും ഫെറോ അലോയ് എക്സ്പോർട്ടറും ആണ്. അപ്പോൾ വെർട്ടിക്കൽസ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വരുന്ന എനർജി സെഗ്മെന്റ് ആണ്. അപ്പം ഇതിൽ വരുന്ന ക്യാപിറ്റീവ് തെർമൽ, അതുപോലെ വേസ്റ്റ് ഹീറ്റ് പവർ, കൊമേഴ്ഷ്യൽ തെർമൽ, അതുപോലെ തന്നെ ഹൈഡ്രോ പവറും ആണ്. അപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 ഇതായിരുന്നു റവന്യൂ ഗ്രോത്തിന്റെ മെയിൻ ഫാക്ടർ. ഇപ്പോൾ കൺസോളിഡേറ്റഡ് ടോപ്പ് ലൈൻ്റെ 52%, എബിറ്റയുടെ 74% കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പം പെർഫോമൻസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 2024 സർദ എനർജിന്റെ തെർമൽ പവർ പ്ലാന്റ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി റാങ്കിൽ 118ാമത്തെ റാങ്ക് ഉണ്ട്. അതേസമയത്ത് Q1 ഫൈനാൻഷ്യൽ 2026 നേരെ 15ാമത്തെ റാങ്കിലേക്ക് അത് പോയി. ഇനിയിപ്പം അടുത്ത സെഗ്മെന്റ് വരുന്നത് സ്റ്റീൽ ആൻഡ് ഫെറോ അലോയ്സ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് അയൺ പെല്ലറ്റ്സ്, സ്പോഞ്ച് അയൺ, അതുപോലെ അലോയ്സും. അപ്പോൾ ഇതൊരു ഫുള്ളി ഇന്റഗ്രേറ്റഡ് ലെഗസി ബിസിനസ് ആണ്. എന്നാൽ ഇവിടെ കമ്പനി വലിയ എക്സ്പാൻഷൻ പ്ലാനുകളൊന്നും തന്നെ നടത്തുന്നില്ല. അപ്പോൾ ഫോക്കസ് ക്ലിയർ ആയിട്ട് എനർജി ആൻഡ് മിനറൽസിലേക്കാണ്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 സ്റ്റീൽ 27% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫെറോ അലോയ്സ് നോക്കുകയാണെങ്കിൽ റവന്യൂലേക്ക് 21% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഗ്രോത്ത് ഫോക്കസ് നോക്കുകയാണെങ്കിൽ പവർ സെഗ്മെന്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തെർമൽ പവർ 15% കൂടിയിട്ടുണ്ട്, ഹൈഡ്രോ പവർ 37% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ സർദ എനർജി 18% സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്. അതുപോലെ 40% പ്രോഫിറ്റ് CAGR. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 റവന്യൂ 1633 കോടിയിലേക്ക് എത്തി. ഇയർ ഓവർ ഇയർ 76.4% ഗ്രോത്ത്. അപ്പോൾ ഇതൊരു സ്ട്രോങ് ടോപ്പ് ലൈൻ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രോത്തിന്റെ വലിയ ഭാഗം ഓഗസ്റ്റ് 2024 നിന്ന് IPP ബിഞ്ച് കോട്ട് അല്ലെങ്കിൽ SKS പവർ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പ്ലാൻ ലോഡ് ഫാക്ടർ 90% 2025 ഫൈനാൻഷ്യലിൽ ഇത് 70.5% ആയിരുന്നു. ഇപ്പോൾ റിയലൈസേഷൻ പെർ യൂണിറ്റ് 6.16 രൂപയായിരുന്നു. ഇത് 2025 ഫൈനാൻഷ്യലിൽ 4.9 രൂപയായിരുന്നു. അതുപോലെ എനർജി പ്രൈസ് കൂടിയത്, ഇയർ ഓവർ ഹൈഡ്രോ പവർ 37% ഗ്രോത്ത് ഉണ്ടായത്, പിന്നെ മൺസൂൺ ഒക്കെ നേരത്തെ വന്നതുകൊണ്ടും കമ്പനിയുടെ പെർഫോമൻസ് ഇവിടെ ഇംപ്രൂവ് ആയി. ഇനി ഇവിടുത്തെ പോസിറ്റീവ് കാര്യം എക്സ്പെൻസ് 52.6% മാത്രം വളർന്ന് 1016 കോടി എത്തി. റവന്യൂ ഗ്രോത്തിനേക്കാൾ എന്താണ് കുറവാണിത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ അതർ എക്സ്പെൻസ് ഒക്കെ കൂടിയത് മെയിൻലി കമ്പനിയുടെ ഇന്റഗ്രേറ്റഡ് സ്ട്രക്ചർ കൊണ്ടാണ്. അപ്പം ഈ ഒരു എഫിഷ്യൻസി കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇവിടെ 137% കൂടി 617 കോടിയിലേക്ക് എത്തി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 37.8% എക്സ്പാൻഡ് ചെയ്തു. ഇയർ ഓവർ ഇയർ ഫൈനാൻസ് കോസ്റ്റ് 72% കൂടിയിട്ടുണ്ട്. എന്നാൽ ഓപ്പറേഷൻസ് ഇവിടെ സ്ട്രോങ് ആയതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് 121% കൂടി 437 കോടിയായി. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 26.8% ആയി. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. ഇപ്പോൾ 600 മെഗാവാട്ട് പവർ പ്ലാന്റ് ആയ SKS പവർ ഇപ്പോൾ മെയിൻ പ്രോഫിറ്റ് സെന്റർ ആയി. അപ്പോൾ റവന്യൂലേക്ക് ഏകദേശം 40% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കപ്പാസിറ്റി ഇരട്ടിയാക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം, അതായത് 1200 മെഗാവാട്ട് എന്നുള്ളത്. എന്നാൽ ഇതിലെന്താണ് 8000 കോടിയുടെ വലിയൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടി വരും. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ റവന്യൂന്റെ 172% ഈ ഒരു ക്യാപെക്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം പ്രോജക്റ്റ് ആണ്. അപ്പം ഇത് നടക്കുകയാണെങ്കിൽ ഭാവിയിൽ അതൊരു എന്താണ് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് മാറും. അപ്പം ഇതിപ്പോൾ നടക്കണമെങ്കിൽ ഗവൺമെന്റും മറ്റു പല റെഗുലേറ്ററി ബോഡീസിൽ നിന്നൊക്കെയുള്ള അപ്രൂവൽസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. ഹൈഡ്രോ പവറിൽ മൊമെന്റ് സ്ട്രോങ് ആണ്. 113 മെഗാവാട്ട് സിക്കിം പ്രൊജക്ടിന്റെ പവർ പർച്ചേസ് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പവർ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് ഇവിടെ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. കാരണം ഇപ്പൊ മാർക്കറ്റിൽ പവർ റേറ്റ് ഒരു യൂണിറ്റ് എന്താണ് 5 രൂപ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെഹർ 25 മെഗാവാട്ട് പ്രൊജക്ട് 2025 ജൂലൈയിൽ ഓൾറെഡി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊട്ടേവീര 25 മെഗാവാട്ട് തുടങ്ങും. അപ്പൊ ഇത് കൂടാതെ വേറെ 2 ഹൈഡ്രോ പ്രോജക്റ്റ് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കൂടാതെ 15 മെഗാവാട്ട് ക്യാപറ്റീവ് സോളർ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യും. അപ്പോൾ കമ്പനി ആനുവലി 500 മുതൽ 1000 കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് Q1 ഫൈനാൻഷ്യൽ 2026 റവന്യൂവിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 61% ഈക്വൽ ആണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. അപ്പോൾ മാർച്ച് 2025 കമ്പനി ഡെറ്റ് 2823 കോടി വരെ എത്തി. അപ്പോൾ ഇതിന്റെ മെയിൻ കാര്യം 1950 കോടിയുടെ SKS പവർ അക്വിസിഷൻ ആണ്. അപ്പോൾ ഇതിൽ 1375 മുതൽ 1380 കോടി വരെ ഡെറ്റ് വഴിയാണ് അവർ ഫണ്ട് ചെയ്തത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഹൈ കോൾ ഇൻവെന്ററി അതുപോലെ തന്നെ റിസീവബിൾസ് കാരണമാവാം ഇതിങ്ങനെ സംഭവിച്ചത്. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് വളർന്നുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് 33% കൂടിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസും വളർന്നു, പക്ഷെ 18% മാത്രം. അപ്പോൾ ഇത് കാരണം CFO/NP റേഷ്യോ മുമ്പുണ്ടായിരുന്നു 1.43
നിന്ന് ഇപ്പോൾ 1.26 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവെന്ററി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് ബിഹേവിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മേജർ ബോക്സ് കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് എപ്പോഴും എന്താണ് വലിയൊരു മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ഒക്ടോബർ 2024 ജൂൺ 2025 വരെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് എന്താണ് കൺസോൾഡേറ്റ് ചെയ്തു. അതിനുശേഷം ഈ അടുത്ത് ഏർണിംഗ്സ് അനൗൺസ് ചെയ്തപ്പോൾ ബിഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗോടെ ബ്രേക്ക് ഔട്ടോടെ വന്നു. അപ്പം ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് ഇപ്പോൾ 500 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഇൻവാലിഡേറ്റ് ആവും. കൂടാതെ എന്താണ് ഇവിടെ വേറെ കുറച്ച് റിസ്ക്കും കൂടി ഉണ്ട്. അപ്പം ഇൻവെസ്റ്റേഴ്സ് ഇത് കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്റ്റീൽ അതുപോലെ ഫെറോ അലോയ്സ് ഒക്കെ എന്താണ് സൈക്ലിക്കൽ ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ എക്കണോമിക് സൈക്കിളും അതുപോലെ തന്നെ ഓവർ സപ്ലൈക്ക് അനുസരിച്ച് ഡിമാൻഡ് അതിൽ പ്രൈസിംഗിലൊക്കെ എന്താണ് അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 2022 അതുപോലെ 2024 ഇടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർജിൻ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെഗുലാരിറ്റി അപ്രൂവൽസ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ മൈനിങ് അല്ലെങ്കിൽ പവർ പോളിസിയിൽ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ SKSന്റെ എക്സ്പാൻഷൻ പ്ലാനിന് ഡിലേ ആക്കും, അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതലാക്കാനും എല്ലാം ഇവിടെ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് ഭാവിയിൽ ഇപ്പം ക്ലൈമറ്റ് പോളിസി കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കമ്പനി കൂടുതൽ കംപ്ലൈൻസ് കോസ്റ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ SKS പവർ ഇന്റഗ്രേഷനും പുതിയ പ്രോജക്ട്സും കറക്റ്റ് ടൈമിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെറ്റ് സർവീസിംഗും എക്സ്പെക്ടഡ് സിനർജീസ് ഒക്കെ ഡിലേ ആവും. അതുപോലെ തന്നെ സ്റ്റീൽ ഫെറോ അലോയ് പവറിലെല്ലാം എന്താണ് ഗ്ലോബൽ അത് ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്. കൂടാതെ എന്താണ് പവർ പ്രൈസ് എന്താണ് വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ എന്താണ് മാർജിനിൽ പ്രഷർ ഉണ്ടാക്കും. ഇപ്പോൾ വോളറ്റിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിറ്റിന് 6 രൂപ എന്ന റേറ്റ് വർഷം മുഴുവൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഇവിടെ ഇല്ല. അപ്പൊ അതും ഇവിടെ ഒരു റിസ്ക് ആണ്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്ന ആദിത്യ ബിർല ക്യാപിറ്റൽ ആണ്. ആദിത്യ ബിർല ഗ്രൂപ്പിന്റെ ഒരു ഫൈനാൻഷ്യൽ ആം ആണ് ആദിത്യ ബിർല ക്യാപിറ്റൽ ലിമിറ്റഡ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് ലെൻഡിങ്ങും അസറ്റ് മാനേജ്മെന്റ് വരെയുള്ള എല്ലാ വൺ സ്റ്റോപ്പ് ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. അപ്പം ഇവരുടെ വേർട്ടിക്കൽസിൽ അസറ്റ് മാനേജ്മെന്റ്, ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് വെൽനസ് എല്ലാം സ്റ്റാറ്റ്യൂട്ടറി PNL ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടില്ല. അതിന് പകരം ഈ ഒരു ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ അസോസിയേറ്റ്സ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇവിടെ മാനേജ്മെന്റ് വ്യൂ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആദിത്യ ബിർല ഫൈനാൻസ് ലിമിറ്റഡിന്റെ കീഴിലുള്ള NBFC ബിസിനസ് ആണ്. അപ്പോൾ ഇതിലെ SME സെക്യൂർഡ് അല്ലെങ്കിൽ അൺസെക്യൂർഡ് ലോൺസ്, പേഴ്സണൽ ആൻഡ് കൺസ്യൂമർ ഫൈനാൻസ് അതുപോലെ കോർപ്പറേറ്റ് ലെൻഡിങ്ങും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 കൺസോൾഡേറ്റഡ് PBTയുടെ 66% ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത് വരുന്ന അസറ്റ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇക്വിറ്റി, ഡെറ്റ്, പാസീവ് ഫണ്ട്സ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ PBTയിലേക്ക് 26% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് ഹൗസിംഗ് ഫൈനാൻസ് ആണ്. അപ്പോൾ ഇവിടെ റീറ്റെയിൽ ഹോം ലോൺസ് 55% ആണ്. ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി 30%, കൺസ്ട്രക്ഷൻ ഫൈനാൻസ് 15%. ഇപ്പോൾ Q1 PBTയിലേക്ക് 11% ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിൽ വരുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് 3% PBT ഷെയർ ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിന് 3% ലോസ് ആണ്. അതുപോലെ തന്നെ വേറെ ഫൈനാൻഷ്യൽ സർവീസസ് അതായത് ബ്രോക്കിംഗ് ആൻഡ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി 3% നെഗറ്റീവായിട്ട് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് 22% CAGR വളർന്നിട്ടുണ്ട്. അതിൽ പ്രോഫിറ്റ് 24% CAGR. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനി പോസ്റ്റ് ചെയ്തേക്കുന്ന കൺസോൾഡേറ്റഡ് റവന്യൂ 11,333 കോടിയാണ്. ഇയർ ഓവർ ഇയർ 10% ഗ്രോത്ത്. അപ്പം ഇത്രയും വലിയൊരു ഗ്രോത്തിന് കാരണം ലെൻഡിംഗ് പോർട്ട്ഫോളിയോ ഇയർ ഓവർ ഇയർ 30% കൂടി 1,66,000 കോടിയായി. ഇപ്പോൾ NBFC 22% ഗ്രോത്തോടെ. ആദിത്യ ബിർല ക്യാപിറ്റൽ ഹൗസിംഗ് ഫൈനാൻസ് ബിസിനസ് നല്ലപോലെ വളർന്നു. അപ്പോൾ പുതിയ ലോൺ കൊടുക്കുന്നത് 76% കൂടി. അതുപോലെ AUM അതായത് കമ്പനിയുടെ ടോട്ടൽ ലോൺ പോർട്ട്ഫോളിയോ 70% കൂടി. അപ്പം ഇതൊക്കെ നടന്നത് അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി കസ്റ്റമേഴ്സിനെ റീച്ച് ചെയ്തുകൊണ്ടും ഡിസ്ട്രിബ്യൂഷൻ വഴിയൊക്കെയാണ്. ഇപ്പം ലൈഫ് ഇൻഷുറൻസിൽ ഇൻഡിവിജ്വൽ ഫസ്റ്റ് ഇയർ പ്രീമിയം 23% വളർന്നു. ഹെൽത്ത് ഇൻഷുറൻസ് GWP 30% കൂടി. അപ്പൊ ഇതിനൊക്കെ കാരണം അവരുടെ ഹെൽത്ത് ഫസ്റ്റ് മോഡലും അതുപോലെ ഡാറ്റ ലെഡ് കസ്റ്റമർ അക്വിസിഷൻ സ്ട്രാറ്റജിയാണ്. ഇപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1406 കോടിയായി ഇയർ ഓവർ 13% ഗ്രോത്ത് മാർക്ക് ചെയ്തുണ്ട്. അപ്പം ഇതിന് മെയിൻ കാരണം ഹൗസിംഗ് ഫൈനാൻസ് അതിലെ NBFC സെഗ്മെന്റ് ആണ്. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് നല്ലപോലെ റൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതുകൊണ്ട് കമ്പനിയുടെ കോസ്റ്റ് എഫിഷ്യൻസി Q1 ഇംപ്രൂവ് ആയി. അതേസമയത്ത് പാറ്റ് 835 കോടിയായി ഇയർ ഓവർ ഇയർ 10% കൂടി. അപ്പോൾ ഇവിടെ AMC അതുപോലെ NBFCയുടെ സ്റ്റേബിൾ പെർഫോമൻസിനൊപ്പം ഹൗസിംഗ് ഫൈനാൻസ് PBTയിലെ 82% ഇയർ ഓവർ ഇയർ വളരെയും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ലോസും എന്താണ് പകുതിയായതും ഇവിടുത്തെ ഒരു പ്രധാന കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ അവരുടെ റീറ്റെയിൽ അതുപോലെ MSME മിക്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവരുടെ അടുത്ത 3 വർഷത്തിൽ NBFC സെഗ്മെന്റിൽ 25% CAGR ഗ്രോത്ത് ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് സ്ട്രോങ് മൊമെന്റത്തോടെയുള്ള അവരുടെ ഹൗസിംഗ് ഫൈനാൻസ് ബിസിനസ് അടുത്ത 6 മുതൽ 8 ക്വാർട്ടറിൽ 2 മുതൽ 2.2% റിട്ടേൺ ഓൺ അസറ്റ് കിട്ടാനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 1.59% ROE ആണ്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 250 കോടിയുടെ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഹൗസിംഗ് ഫൈനാൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൺസോൾട്ടേറ്റഡ് പാറ്റിന്റെ 30% ആണ്.
പക്ഷെ ഇവിടെ കമ്പനി പറയുന്നത് ഇനി അടുത്തൊരു 9 മുതൽ 12 മാസത്തേക്കുള്ള ഫണ്ടിംഗ് നീഡ്സ് എല്ലാം ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. അസറ്റ് മാനേജ്മെന്റ് പുതിയ ഇക്വിറ്റിയും അതുപോലെ ഫിക്സഡ് ഇൻകം AIF പ്രോഡക്ട്സും ലോഞ്ച് ചെയ്യും. അപ്പം ലൈഫ് ഇൻഷുറൻസ് ഇൻഡിവിജ്വൽ ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൽ 20 മുതൽ 25% ഗ്രോത്ത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ VNB മാർജിൻ 18% മുകളിൽ പുഷ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ഇവിടെ. ഇനിയിപ്പോൾ അടുത്ത 3 വർഷത്തിൽ അബ്സല്യൂട്ട് VNB ഡബിൾ ചെയ്യാനായിട്ട് ഇവിടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി നമ്മളിവിടെ കുറച്ച് മെട്രിക്സ് നോക്കുകയാണെങ്കിൽ NBFC ബിസിനസ്സിലെ AUM ഇയർ ഓവർ ഇയർ 22% വളർന്നിട്ടുണ്ട്. ഡിസ്ബേഴ്സ്മെന്റ് 18% കൂടിയിട്ടുണ്ട്. സ്റ്റേജ് 2 and 3 ലോൺസ് 75 ബേസിസ് പോയിന്റ്സ് കുറഞ്ഞപ്പോൾ ആസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു AUM റേഷ്യോ 23 ബേസിസ് പോയിന്റ്സ് കുറഞ്ഞപ്പോൾ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹൗസിംഗ് ഫൈനാൻസ് സെഗ്മെന്റിലാണ് ഏറ്റവും വലിയൊരു കുതിപ്പ് കണ്ടത്. AUM നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓവർ ഇയർ 70% കൂടി, ഡിസ്ബേഴ്സ്മെന്റ് 76% കൂടി. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ROA 15 ബേസിസ് പോയിന്റ്സ് ആയിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 853 ബേസിസ് പോയിന്റ്സ് കുറഞ്ഞു. സ്റ്റേജ് 3 ലോണ് 98% ഡ്രോപ്പ് ആയപ്പോൾ അസറ്റ് ക്വാളിറ്റിയും കൂടി ഇംപ്രൂവ് ആയി. ഇപ്പോൾ AMC അതായത് അസറ്റ് മാനേജ്മെന്റ് ബിസിനസ് സ്റ്റഡി പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇയർ ഓവർ ഇയർ 14% കൂടിയിട്ടുണ്ട്. ഇക്വിറ്റി AUM 11% വളർന്നു. അപ്പോൾ ഇത് ഹെൽത്തി ഇൻഫ്ലോയും ഇൻവെസ്റ്റർ പാർട്ടിസിപ്പേഷനും ആണ് കാണിക്കുന്നത്. ആദിത്യ ബിർല ക്യാപിറ്റൽ 8 വർഷത്തെ കൺസോൾട്ടേഷൻ ശേഷം പുതിയ ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഡൗ തിയറിയുടെ പ്രിൻസിപ്പിൾ പ്രകാരം ഇപ്പോൾ ഒരു സ്റ്റോക്ക് എപ്പോഴൊക്കെ മൾട്ടിയെ ബ്രേക്ക്ഔട്ട് തരുമ്പം അതെന്താണ് അഡ്വാൻസിങ് സ്റ്റേജിലേക്ക് കയറും. അപ്പോൾ അത് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഇവിടെ കൂട്ടും. പക്ഷേ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഇപ്പോൾ ഒരു 8 വർഷത്തെ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടെങ്കിലും സ്റ്റോക്ക് ഇപ്പോൾ എന്താണ് 260 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇൻവാലിഡ് ആവും. അപ്പം എന്നാലും ഇവിടെ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട്. മാക്രോ അതുപോലെ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, പെർസിസ്റ്റന്റ് സർവീസ് ഇൻഫ്ലേഷൻ, RBI റേറ്റ് കട്ട് എല്ലാം മാർജിനെ അഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ റെഗുലാറ്ററി ചേഞ്ചസും ഇൻഷുറൻസ് സെഗ്മെന്റ് എന്താണ് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇയർ ഓവർ ഇയർ 50% ഇംപ്രൂവ് ആയിട്ടുണ്ടെങ്കിലും 36 കോടിയുടെ ലോസ് ഉണ്ട്. അതുപോലെ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് 51% ഇവിടെ കുറഞ്ഞു. സോ ഇതാണ് പ്രൈസ് ആക്ഷൻ സ്ട്രോങ് ആയിട്ടുള്ള 3 മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ്. ഇപ്പം നമ്മൾ ഇവരുടെ എല്ലാം ബിസിനസ്സും വെർട്ടിക്കൽസ് എല്ലാം നോക്കിയതാണല്ലേ. പക്ഷേ നിങ്ങളിവിടെ ഓർക്കുക, ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടിൽ നമ്മളിപ്പോൾ ട്രാക്ക് ചെയ്യേണ്ട ഒരു ലെവലുണ്ട്. ഇപ്പം സ്റ്റോക്ക് ആ ഒരു ലെവലിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അപ് ട്രെൻഡ് ഇൻവാലിഡ് ആവും. ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ എല്ലാം നമ്മളിവിടെ എടുത്തു പറയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.